ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. ഫസ്റ്റ് ആയ പത്തിരിയൊക്കെ കടകളിലേക്ക് കൊണ്ടുകൊടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ, വന്നിട്ടില്ല. മോന് മുന്നേ 7 മണിക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ, അവൻ ട്യൂഷന് പോയിരിക്കുകയാണ്. മോള് പിന്നെ അതാ റെഡിയുണ്ട് കേട്ടോ കോളേജിലോട്ട് പോകാൻ. ഞാൻ പിന്നെ പതിപോലെ തന്നെ അതാ പത്തിരി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട് കേട്ടോ പൊരിച്ച പത്തിരി. ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് അടുത്ത ഓർഡർ നിൽക്കാൻ. അടുത്തത് എനിക്ക് നെയ്സ്പത്തിൻ്റെ ഒരു ഓർഡറാണ് കേട്ടോ ഉള്ളത്. അപ്പോഴേക്കും ഇതൊക്കെ പത്തിരിയൊക്കെ കൊണ്ടുകൊടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉക്കാക്കുള്ള ചായയാണ് കേട്ടോ വെക്കുന്നത്. കാലത്ത് നേരത്തെ എണിക്കുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ചായയാണ് കേട്ടോ കുടിക്കുന്നത്. അങ്ങനെ ഉക്കാക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ ഇതാ എനിക്കുള്ള ചായയും കൂടി ഇതാ ഞാനെടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയുടെ കഴിയുമ്പോഴേക്കും ഇതാ പത്തിരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ അതിനെ എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ് കേട്ടോ. കാലത്ത് നല്ലൊരു തിരക്കായിരിക്കും കേട്ടോ. കാലത്ത് എൻ്റെ ഓർഡറുകളും അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ക്ലാസ്സിൽ പോകാനുള്ള സമയമായിട്ടുണ്ടാവും. അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അത് പാത്രത്തിലാക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഓർഡർ തന്ന ആൾക്കാർ വരും കേട്ടോ, അവർക്കൊക്കെ അത് പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ ഒരേ തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും ഇപ്പോൾ ഇടാത്തത്. വീഡിയോസൊന്നും എടുക്കാനുള്ള എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. അങ്ങനെ പൊരിച്ചപ്പത്തിൻ്റെ ഓർഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനൊരു കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിനിതാ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വേഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോഴേക്കും ഇതാ നമ്മുടെ മെഷീനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിടുകയാണ് കേട്ടോ, അടുത്ത മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണ്ടേ. അങ്ങനെ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്ത് ഇതാ മസാലയൊക്കെ തേച്ച് വറക്കാൻ വെച്ചിട്ടുണ്ട്. മോൾക്ക് കോളേജിലേക്കുള്ള സമയം ആകാനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുത്താൽ പിന്നെ എനിക്ക് അടുത്ത ഓർഡറിൽ നിൽക്കാമല്ലോ. അങ്ങനെ പൊട്ടറ്റോ ഒക്കെ വറുത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വാർത്തെടുക്കണം. അങ്ങനെ ചോറൊക്കെ വാർത്തെടുത്തതിന് ശേഷം പിന്നെ മോൾക്കുള്ള ചോറും കൂടി ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ചോറിനെയാണ് കേട്ടോ അവൾക്ക് കഴിക്കാനും കൊടുക്കുന്നത്. അങ്ങനെ അവൾ റെഡിയായി വന്നിട്ട് ഇതാ കഴിക്കാനിരിക്കുകയാണ്. പിന്നെ ഇതാ അവൾക്കുള്ള ബസ്സിന് പൈസയൊക്കെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ വേഗം പോയിട്ട് എൻ്റെ അടുത്ത ഓർഡർ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അടുത്ത നെയ്സ്പത്തിൻ്റെ ഓർഡറാണെന്ന്. അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തേക്കായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഞാനിതാ പൊടിയൊക്കെ കൂട്ടി മാവിനൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ പിന്നെ വേഗം രണ്ടാൾക്കും കൂടി അത് ഉണ്ടാക്കിയെടുക്കാമല്ലോ. 150 പത്തിരിൻ്റെ ഓർഡറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 9 മണിയാകുമ്പോഴേക്കും കൊടുക്കേണ്ട ഓർഡറാണ് കേട്ടോ. പിന്നെ പത്തിരിച്ചട്ടിനൊക്കെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാവിനൊക്കെ ഒന്ന് വേഗം കുഴച്ചെടുക്കാൻ പോവുകയാണ്. മെഷീൻ ഉള്ളതുകൊണ്ട് പിന്നെ കുഴക്കൽ പിന്നെ അറിയണ്ട കേട്ടോ. അതുകൊണ്ട് പിന്നെ പത്തിരിൻ്റെ പണി എളുപ്പം കഴിയലുണ്ട്. മാവ് കുഴച്ച് കുറച്ച് പരത്തുമ്പോഴേക്കും പിന്നൊക്കെ വന്നു കേട്ടോ. പിന്നൊക്കെ അതിനൊക്കെ വേഗം ചുട്ടെടുക്കുകയാണ്. പത്തിരി കുറച്ച് ചുട്ടായാലും പിന്നെ ഞാൻ ഇതുപോലെ എണ്ണി വെക്കാനായിട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ എത്ര എണ്ണ ആയിന്ന് അറിയും ചെയ്യാമല്ലോ. അങ്ങനെ പരത്തലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് അതിനൊക്കെ ഒന്ന് വേഗം ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ പാക്ക് ചെയ്യാനുള്ള പേപ്പറൊക്കെ ഒന്ന് വിരിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാലത്ത്. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അങ്ങനെ പത്തിരി ചുട്ടിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് അതിനൊക്കെ ഒന്ന് വേഗം പാക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇത് പട്ടപ്പെട്ടിയിലൊന്നും ആക്കണില്ല കേട്ടോ, ഇതിപ്പോൾ അടുത്തേക്കുള്ള ഓർഡറാണ്. അങ്ങനെ പത്തിരിയൊക്കെ പാക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതാ ഓർഡറിൻ്റെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷം ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ പത്തിരി തന്നെയാണ് കേട്ടോ. അതിന് ഞാനിതാ മുട്ടക്കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ അതാ കട്ടൻ ചായയും കൂടി വെച്ചിട്ടുണ്ട്. മോന് പിന്നെ ട്യൂഷന് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ഒരു വഴിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാനും മോനും കൂടെ അതാ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോഴേക്കും പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായയൊക്കെ കൊടുത്തു. പിന്നെ അതാ ഞാനും മോനും കൂടെ പത്തിരിയും മുട്ടക്കറിയൊക്കെ ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇനി എനിക്ക് കുറേ പണിയിൽ പാത്രം കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.